ഇന്ന് ഉച്ചയ്ക്ക് നല്ലൊരു മീൻ കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കണം. അതുകൊണ്ട് മീൻ മേടിക്കാനായിട്ട് കടയിൽ വന്നേക്കാണ്. നല്ല വലിയൊരു സ്രാവ് ഇരിപ്പുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് അത് വാങ്ങി. 3 കിലോ ഉണ്ട് തൂക്കം. കുറച്ച് കറിയും വെക്കാം, പിന്നെ ഫ്രൈയും ചെയ്യാലോ. ഇന്നൊരു സൂപ്പർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുളക് പൊടിയൊന്നും ഇടാണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചൊരു കറി. സ്രാവ് എന്നല്ല, ഏത് മീനാണെങ്കിലും ഇങ്ങനെ വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന, ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് വെക്കാവുന്ന ഒരു കറിയാണ്. പലർക്കും ഇഷ്ടമുള്ള മീനല്ല സ്രാവ്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്. സ്രാവ് മേടിക്കുമ്പോൾ അതിൻ്റെ വാല് നോക്കി വാങ്ങണം. അത് ബ്ലാക്ക് കളർ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഹാർഡായിരിക്കും. അപ്പോൾ മേടിക്കുമ്പോൾ അത് നോക്കിയിട്ട് വാങ്ങണം. അങ്ങനെ മീൻ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി റൂമിൽ പോയിട്ട് ആദ്യം തന്നെ മീൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി കുറച്ച് കറി വെക്കണം. പിന്നെ കുറച്ച് ഫ്രൈയും ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് കയറ്റാം. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. പിന്നെ വലിയ വില ഒന്നുമില്ല കേട്ടോ. നാട്ടിലെ ഒരു 1000 രൂപ ആയിട്ടുള്ളൂ 3 കിലോയ്ക്ക്. അതായത് ഇവിടുത്തെ ഒരു 33 റിയാലായി. ഇനി കറിയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ചെറിയുള്ളിയും കൂടി എടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. എന്നിട്ട് അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അരപ്പൊന്ന് കൂടുതൽ വേണം. അതായത് തേങ്ങ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഈ തക്കാളിക്ക് പുളി വളരെ കുറവാണ്. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നത് മാത്രം. നിങ്ങൾക്ക് വേണമെന്നില്ലെങ്കിൽ ചേർക്കണ്ട. നമ്മൾ എന്തായാലും ലാസ്റ്റ് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തക്കാളി ചേർത്താൽ മതി. ഇനി കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡിൽ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. മീൻ വറക്കണ സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സൂപ്പർ ഫ്രഷ് മീനാണ്. ഇതാ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് സ്രാവാണ്. ഒരു 10-15 മിനിറ്റ് മതി. ഇനി ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ദാ കുടംപുളി ചേർത്ത് കൊടുക്കാം. ഒരു 3 കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 5 മിനിറ്റ് കൂടി ചെറിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം റെഡിയാവും. ഇതാ മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. സംഭവം കൊള്ളാട്ടോ. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. മീനൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. ഇനി കറിയിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കടുകും ഉള്ളിയും മാത്രം ചേർത്തിട്ടുള്ളൂ. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ സംഭവം സെറ്റായി. വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാവുന്ന മീൻ കറിയാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ടേസ്റ്റിന് കുറവുണ്ടാവില്ല. ഏത് മീനാണെങ്കിലും ഇങ്ങനെ വെക്കാം. ഇഷ്ടപ്പെട്ടാൽ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം.